ഇസ്രയേൽ പലസ്തീൻ സംഘർഷം നൂറ്റാണ്ടുകളായി തുടരുന്ന ഒന്നാണ്. ഭൂമിശാസ്ത്രപരമായി വളരെ ചെറിയ പ്രദേശമായി ഇവിടെ ജൂതന്മാരും അറബികളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളാണ് സംഘർഷങ്ങളുടെ മൂലകാരണം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രൂപം കൊണ്ട സയനിസ്റ്റ് പ്രസ്ഥാനം ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കായി ഒരു ദേശീയ രാഷ്ട്രം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു. പലസ്തീൻ മേഖലയെ അവർ അവരുടെ വാഗ്ദത്ത ഭൂമിയായി കണക്കാക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഈ കാലഘട്ടത്തിൽ ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും അറബ് ജനസംഖ്യയുമായി അവർ സംഘർഷത്തിലാവുകയും ചെയ്തു. 1947 ഐക്യരാഷ്ട്രസഭ പലസ്തീനെ ഒരു ജൂതരാഷ്ട്രമായും ഒരു അറബ് രാഷ്ട്രമായി വിഭജിക്കാൻ ശുപാർശ ചെയ്തു. അറബ് രാജ്യങ്ങൾ ഈ പദ്ധതിയെ എതിർത്തെങ്കിലും 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇസ്രയേൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഈ യുദ്ധത്തെ പലസ്തീനികൾ നക്ബ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതായത് ദുരന്തമെന്നും. ലക്ഷക്കണക്കിന് പലസ്തീനികൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നീട് 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം തുടങ്ങിയ പ്രദേശങ്ങളും പിടിച്ചെടുത്തു. ഇത് സംഘർഷത്തിന്റെ സ്വഭാവത്തെ കൂടുതൽ മാറ്റിമറിച്ചു. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ നിർണായക വഴിത്തിരിവാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം. ഹമാസ് ഗാസയിൽ നിന്ന് നടത്തിയ ഈ ആക്രമണത്തിൽ ഏകദേശം 1200 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ ശക്തമായ സൈനിക നടപടി ആരംഭിച്ചു. ഇസ്രയേലിന്റെ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ സൈനിക നടപടി ഗാസയിലെ ജനസംഖ്യയെ കടുത്ത ദുരിതത്തിലാക്കി. ഹമാസ് നിയന്ത്രിക്കുന്ന പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 65,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്.